Hello friends, welcome to Engline online classes. Yes, today we discuss language activities in 9th standard, unit 3. നമ്മളിത് പാർട്ടായിട്ട് ചെറുതായി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് ഒരു കുട്ടിക്കൊന്നായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് മുമ്പിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ സാധനം ഉണ്ടായാൽ എല്ലാ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത് വിടുന്നത്. പലപ്പോഴും ശ്രദ്ധിക്കുക, ഗ്രാമറാണ്, ടെക്സ്റ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം, ലാംഗ്വേജ് ആക്ടിവിറ്റീസിന് ഭാഗം എടുക്കുക. എന്നിട്ടത് ചെയ്യുമ്പോൾ ഓരോ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ടെക്സ്റ്റ് നോക്കിയിട്ടൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ടായിരിക്കണം ബാക്കി കേൾക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും, വളരെ ഉപകാരപ്പെടും ചെയ്യും. ഓക്കെ, shall we move on? The first activity is this. Look at the sentences given below. There are 3 sentences, 3 sentences. We must discuss this calmly. The commotion dies slowly. I strongly oppose this plan. നമുക്കറിയാം, ലിസൺ ടു ദ മൗണ്ടിലെ സെന്റൻസുകളാണ്. ഒരു ചില വാക്കുകൾ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഈ സെന്റൻസ് സ്ട്രക്ചർ ഒന്ന് നോക്കാം. നമ്മൾ പഠിച്ചതാണ്. അതായത് സെന്റൻസിനെ രണ്ടായിട്ട് ഭാഗിക്കാൻ നമുക്കറിയാം. വെർബ് കൊണ്ട് തുടങ്ങുന്നത് വരെയുള്ള ഭാഗം, അല്ലെങ്കിൽ വെർബ് കൊണ്ട് തുടങ്ങുന്നത് ഒരു ഭാഗം, അതിന്റെ മുമ്പുള്ളത് വേറെ ഭാഗമാണ്. മുമ്പുള്ളത് നമുക്കറിയാം നൗൺ ഫ്രേസ് ആയിരിക്കും. അതേപോലെ തന്നെ വെർബ് കൊണ്ട് തുടങ്ങുന്നത് വെർബ് ഫ്രേസ് ആയിരിക്കും. എന്നിട്ട് ആ വെർബ് ഫ്രേസിലെ കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയാണ് ഘടകങ്ങൾ നോക്കാം. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരു ഉദാഹരണം ഇവിടെ ഉണ്ട്. ഐ സ്ട്രോങ്ലി ഒപ്പോസ് ദിസ് പ്ലാൻ. നമ്മളിങ്ങനെ നോക്കി ആദ്യത്തിൽ നോൺ ഫ്രേസ് വെർബ് ഫ്രേസ് തിരിക്കാൻ എളുപ്പമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം വെർബ് കണ്ടെത്തുക വേണ്ടത്, വെർബ് ഒപ്പോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ ഈ സ്ട്രോങ്ലി അതിന്റെ കൂടെ വരുന്നതായതുകൊണ്ട് ഇവിടെ മുതൽ നമ്മൾ മാർക്ക് ചെയ്തു. സ്ട്രോങ്ലി ഒപ്പോസ് എന്തുകൊണ്ടാണ് കൂടെ വരുന്നതെന്ന് പറയാൻ കാരണം, ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു എന്ന് പറയുമ്പോൾ സ്ട്രോങ്ലി ആയിട്ടുള്ള ബന്ധമുള്ളത് ഒപ്പോസുമായിട്ടാണ്. അതുകൊണ്ട് സ്ട്രോങ്ലി ഒപ്പോസ് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? അങ്ങനെ ആകുമ്പോൾ ഐ നോൺ ഫ്രേസ് വന്നു. സ്ട്രോങ്ലി ഒപ്പോസ് ദിസ് പ്ലാൻ എന്നുള്ളതാണ് വെർബ് ഫ്രേസ്. ഞാൻ ചെയ്യുന്ന ആള്, അതേപോലെ തന്നെ ചെയ്ത പണി അറിയാലോ, സബ്ജക്റ്റും പ്രെഡിക്കറ്റും അറിയാലോ. ഇനി അതിലെ വെർബ് ഫ്രേസിനെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തു. സ്ട്രോങ്ലി എന്നുള്ളത് നമുക്കറിയാം ആഡ്വേർബ് ആണ്, ഒപ്പോസ് നമുക്കറിയാം വെർബ് ആണ്, ദിസ് പ്ലാൻ എന്ന് പറയുമ്പോൾ നോൺ ഫ്രേസ് ആണ്. ഈ സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ആണ്. അതായത് എന്തിനെ എതിർക്കുന്നു, പ്ലാനിനെ എതിർക്കുന്നു എന്ന അതിന്റെ അർത്ഥം. ക്ലിയർ അല്ലേ? അപ്പൊ മറ്റേ 2 സെന്റൻസുകൾ മക്കളും ചെയ്തു നോക്ക്. റെഡി? പോസ് ചെയ്ത് ചെയ്യണം. Now let us see the answers. We must discuss this calmly. അതായത് verb must discuss ആണ്. അപ്പോ നോക്കൂ, അതുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും verb phrase. must discuss this calmly. അതുവരെ ഉള്ളതാണ് noun phrase, അതായത് we എന്നതാണ്, ഞങ്ങൾ എന്നാണ്. ഇനി മസ്റ്റ് ഡിസ്കസ് ദിസ് കാൽമലി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്താ വരിക? മസ്റ്റ് നമുക്കറിയാം മോഡൽ ഓക്സിലറി ആണ്, ഡിസ്കസ് നമുക്കറിയാം വെർബ് ആണ്, ദിസ് എന്നുള്ളത് ഇത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റ് ആണ്, നോൺ ഫ്രേസ് ആണ്, കാൽമലി എന്ന് പറയുമ്പോൾ ആഡ്വേർബ് ആണ്. എങ്ങനെയാന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? രണ്ടാം സെന്റൻസ് നോക്കൂ. ദ കമോഷൻ ഡൈസ് സ്ലോലി. ഡൈസ് ആണ് വെർബ് എന്ന് അറിയാലോ. അപ്പൊ അതുവരെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ദ കമോഷൻ നോൺ ഫ്രേസും അത് കൊണ്ട് തുടങ്ങുന്ന വെർബ് ഫ്രേസ് ഡൈ സ്ലോലി. ക്ലിയർ അല്ലേ? ഈ ഡൈ സ്ലോലി അനലൈസ് ചെയ്യും. ഡൈസ് വെർബ് ആണ്, സ്ലോലി ആഡ്വേർബ് ആണ്. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ കളറൊക്കെ മാറ്റി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് കുട്ടിക്കും മനസ്സിലാവും, ശ്രദ്ധിച്ചിരിക്കണം. ഇത് മനസ്സിലാത്ത ആരും ഇല്ലല്ലോ. നമ്മളിപ്പോ എന്താ ചെയ്തത്? സെന്റൻസ് നമ്മൾ പണ്ട് പഠിച്ചമായി നോൺ ഫ്രേസ് വെർബ് ഫ്രേസ് ആയി തിരിച്ചു, അതായത് സബ്ജക്റ്റും പ്രെഡിക്കറ്റ് ആണ് അവിടെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിലെ വെർബ് ഫ്രേസിനെ വീണ്ടും എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ശ്രദ്ധിക്കണേ. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ യൂസിങ് ആഡ്വേർബ്സ് ഫ്രം ദ പ്ലേ. അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞതിൽ കണ്ടത്, പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് എന്താ? എല്ലാ സെന്റൻസിലും ഏതുണ്ട്? ഇവിടെ ആഡ്വേർബ് ഉണ്ട്, ഇവിടെ ആഡ്വേർബ് ഉണ്ട്, ഇവിടെ ആഡ്വേർബ് ഉണ്ട്. റെഡി അല്ലേ? ആഡ്വേർബ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ എംഫസിസ് കൊടുക്കുന്നത് ഏതിനാണ്? ആഡ്വേർബിനാണ്. ക്ലിയർ അല്ലേ? അത് പ്രാക്ടീസ് ചെയ്യാനാണ്. നോക്കൂ, ലിസൺ ടു ദ മൗണ്ടിൻ എന്ന കഥയെന്ന് അല്ലെങ്കിൽ ആ നാടകത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി ആഡ്വേർബ്സ് കണ്ടെത്തിയിട്ട് എഴുതാവാണ്ട് ചെയ്ത് നോക്കാലോ. അപ്പൊ ആഡ്വേർബാണ് എങ്ങനെ നമുക്കറിയാം?
അത് താഴെ ഭാഗം വരും, ചെറിയത് ഞാൻ പറയാം. അതായത് അത് ആ സെന്റൻസിലെ വേർബിന്റെ അർത്ഥത്തിനെയാണ് പൂർത്തിയാക്കുന്നതെങ്കിൽ, വേർബിന്റെ അർത്ഥത്തിനാണ് കൂടുതൽ വിശദീകരിക്കുന്നതെങ്കിൽ അതാണ് ആഡ്വർബ്. അത് എന്തൊക്കെ കാര്യങ്ങൾ വരും അടുത്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറയാത്തത്. ഉദാഹരണം നോക്ക്, ഡിസ്കസ് ദിസ്, ഡിസ്കസ് ചെയ്യണം എങ്ങനെ, കാമിലി ശാന്തമായി. ഡൈ സ്ലോലി, എങ്ങനെയാണത് അറിയാത്, സാവധാനം. ഒപ്പോസ്, എതിർക്കുന്നു, എങ്ങനെ എതിർക്കുന്നത്, സ്ട്രോങ്ലി ശക്തിയായി എതിർക്കുന്നു. അപ്പൊ അതൊക്കെ ഈ വേർബിന്റെ അർത്ഥമായിട്ട് ബന്ധമുള്ളതാണ്. വേർബിന്റെ അർത്ഥത്തിന്റെ പൂർത്തീകരണത്തിൽ അതൊന്നും ഉപയോഗിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് ആഡ്വർബ്. അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതണം. കുറച്ച് ഉദാഹരണം, ക്യൂറിയസ്ലി നമുക്കറിയാം ജിജ്ഞാസയോടുകൂടി, കണ്ടംപ്ച്വസ്ലി നമുക്കറിയാം പുച്ഛത്തോടുകൂടി, ഹോട്ട്ലി എന്ന് പറഞ്ഞാൽ ഗർവോട് കൂടി, അഹങ്കാരത്തോടു കൂടി എന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ള വാക്കുകൾ ഏതൊക്കെ അതിലുള്ളത് ശ്രമിച്ചു വെക്കൂലേ? പോസ് ചെയ്ത് ചെയ്യണം, എന്നിട്ട് അടുത്തേക്ക് പോകാവൂ. റൈറ്റ്, കുറച്ച് ഞാൻ കാണിക്കാം. നേച്ചറലി, സ്വാഭാവികമായി. നേച്ചറലി സം ഹൗസസ് വിൽ ബി നോക്ക് ഡൗൺ. ആര് പറയുന്ന? സാഗർ പറയുന്നുണ്ട്. ഹാൻഡ്സംലി, എന്ത് ചെയ്യും ഞാൻ, കോമ്പൻസേഷൻ തരും. ഹാൻഡ്സംലി പറയുന്നുണ്ട്, ആകർഷകമായി. സ്ട്രോങ്ലി നമുക്കറിയാം ശക്തമായി. ഇതൊന്നും മനസ്സിലാവാത്ത ആരുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ലെറ്റ് us see this. We will compensate handsomely. നമുക്ക് അതൊന്നും കൂടി ക്ലിയർ ആകാൻ വേണ്ടി ടെക്സ്റ്റിലുള്ള സെന്റൻസുകൾ ഫുള്ള് എടുത്തെഴുതിയതാണ്. ഹാൻഡ്സംലി, നമ്മൾ ആകർഷകമായി എന്ത് ചെയ്യും, നഷ്ടപരിഹാരം തരും. രുദ്രപ്പാൻ കണ്ണന ടോക്കിംഗ് എക്സൈറ്റഡ്ലി, വളരെ വികാരവിക്ഷോഭത്തോടു കൂടി. എങ്ങനെ സംസാരിക്കുന്നു? വികാരവിക്ഷോഭത്തോടു കൂടി. രാമണ്ണ ലുക്സ് അറൗണ്ട്, ചുറ്റും നോക്കുന്നു. ദ ഫൗണ്ടേഷൻ വിൽ ബി ലൈഡ് സൂൺ, പെട്ടെന്ന് തന്നെ തറടും. അറിയാലോ? ഹൗ ക്യാൻ എനിവൺ ഹിയർ ദ സോഫ്റ്റ്ലി ഗർഗ്ലിംഗ് സ്ട്രീം, വളരെ പതുക്കെ എന്ത് ചെയ്യുന്ന ശബ്ദം ഉണ്ടാക്കുന്ന ഏതിനെയാ, അരുവി എങ്ങനെയാണ് കേൾക്കാൻ കഴിയുക. സ്റ്റാർട്ടിംഗ് വർക്ക് ടുമോറോ, നാളെ പണി തുടങ്ങും. അറിയാലോ? ദ ഇൻജേർഡ് ആർ ക്യാരീഡ് അവേ, ദൂരേക്ക് കൊണ്ടുപോയി. അറിയാലോ? താൽക്കാലികം ഉണ്ടാക്കിയ സ്ട്രെച്ചസില്, കുട്ടികൾ ഉണ്ടാക്കിയ സ്ട്രെച്ചേഴ്സില് നമുക്കറിയാം. ദെൻ ഫൈനലി ദ മൗണ്ടൻ സ്പോക്ക്, അവസാനം മൗണ്ടൻ സംസാരിച്ചു. ദ മൗണ്ടൻ സ്പോക്ക് ലൗഡ് ഇനഫ് ഫോർ എവ്രിവൺ ടു ഹിയർ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന അത്ര ഉച്ചത്തിൽ പർവ്വതം അല്ലെങ്കിൽ ആ കുന്ന് സംസാരിച്ചു. ഇതിൽ ഈ ചമപ്പ് കാണിച്ചതൊക്കെ എന്താ മക്കളെ? അഡ്വർബ്. ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം നോക്കണേ. അപ്പോ ആ അഡ്വർബിനെ ഇനി ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ചർച്ചയിലേക്ക് പോവുകയാണ്. രുദ്രപ്പ ആൻഡ് കണ്ണന ടോക്കിംഗ് എക്സൈറ്റ്ലി. തൊട്ട് മുമ്പത്തെ സ്ലൈഡ് കണ്ടു നിങ്ങൾക്കറിയാം, ടെക്സ്റ്റില് കുറച്ച് അഡ്വർബുകൾ സെന്റൻസിൽ ഉപയോഗിച്ചതാണ്. അറിയാലോ? ഇനി നോക്കണേ. രുദ്രപ്പ ആൻഡ് കണ്ണന ടോക്കിംഗ് എക്സൈറ്റഡ്ലി. ശ്രദ്ധിക്കണം കേട്ടോ, സെന്റൻസിന് അർത്ഥം എല്ലാവർക്കും അറിയാലോ. രുദ്രപ്പും കണ്ണനും വളരെ വികാരക്ഷോഭത്തോടു കൂടി സംസാരിക്കുന്നു, ആവേശത്തോടു കൂടി സംസാരിക്കുന്നു. ദീക്ഷിത് ആൻഡ് സാഗർ ലുക്ക് അറൗണ്ട് ഇൻ പാനിക്, പേടിച്ച് ഭീതിയോട് കൂടി ചുറ്റും നോക്കുന്നു. ദേ ആർ സ്റ്റാർട്ടിംഗ് വർക്ക് ടുമോറോ, നാളെയാണ് വർക്ക് തുടങ്ങുന്നത്. അതിൽ ഏതൊക്കെയാണ് അഡ്വർബുകൾ പറഞ്ഞാൽ? എക്സൈറ്റ്ലി അഡ്വർബാണ്, അറൗണ്ട് അഡ്വർബാണ്, ടുമോറോ അഡ്വർബാണ്. മക്കൾ നല്ല ആലോചിക്കാൻ അർത്ഥത്തിലുള്ള വ്യത്യാസം എന്താണ്? എക്സൈറ്റഡ്ലി എല്ലാം നമ്മൾ ആ വേർബിന്റെ മീനിങ്ങിന് ഒന്ന് കുറച്ചും കൂടി അഡിഷൻ കൊടുക്കുക ചെയ്യുന്നത്. പക്ഷെ അതിൽ ഏത് തരത്തിലാണ് അഡിഷൻ കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. എക്സൈറ്റഡ്ലി, അതേപോലെ അറൗണ്ട്, ടുമോറോ നമുക്ക് കാണാതെ നോക്കണേ. അതായത് ഇതില് ചില അഡ്വർബുകൾ ഹൗ എന്നതിന്റെ ഉത്തരാണ് കാണിക്കുക, ചിലതിന്റെ വെന്ന കാണിക്കുക, ചിലത് വേറെ കാണിക്കുക. ഇതിൽ ഹൗ കാണിക്കുന്നത് ഏതാ? വേർബിനോട് ചോദിച്ചു നോക്കുങ്ങള്. ഹൗ ആർ രുദ്രപ്പ ആൻഡ് കണ്ണൻ ടോക്കിംഗ്. ഉത്തരം റെഡിയാണ്. എക്സൈറ്റഡ്ലി. റെഡിയിൽ എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്? വളരെ വൈകാരികമായിട്ടാണ്, ആവേശത്തോടു കൂടിയാണ്. പ്ലസ് ആൻസർ റെഡി അല്ലേ? ഇനി അടുത്തത് വെൻ ഏതിന്റെ ഉത്തരം കിട്ടുക? മൂന്നാമത്തെ നോക്കി. വെൻ ആർ ദേ സ്റ്റാർട്ടിംഗ് വർക്ക് എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുമല്ലോ. ഏതാണ്? ടുമോറോ. അപ്പൊ അത് വെന്നിന്റെ ഉത്തരാണ്. അടുത്തത് പിന്നെ ദീക്ഷിത് ആൻഡ് സാഗർ ലുക്ക് അറൗണ്ട് ഇൻ പാനിക്. വേറിന്റെ ഉത്തരം കിട്ടേണ്ടത് നമുക്ക് ചോദ്യമൊക്കെ മാറ്റി വയ്ക്കാതെ വേർ ഡു ദീക്ഷിത് ആൻഡ് സാഗർ ലുക്ക്. നമുക്കറിയാം ദീക്ഷിത് ആൻഡ് സാഗർ ലുക്ക് അറൗണ്ട് ഇൻ പാനിക്. അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരാണ് സാധാരണഗതിയിൽ അഡ്വർബിൽ വരിക. അപ്പൊ അങ്ങനെയൊക്കെ പേരുണ്ട്, നമ്മൾ പറയുന്നില്ല.
ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ഒന്ന് മെൻഷൻ ചെയ്യുക. അഡ്വർബ് ഓഫ് മാനർ ഉണ്ട്, രീതി, ഹൗന്റെ ഉത്തരാണ്. അഡ്വർബ് ഓഫ് പ്ലേസ് ഉണ്ട്, അത് വേറിന്റെ ഉത്തരാണ്. അഡ്വർബ് ഓഫ് ടൈം ഉണ്ട്, അത് ഏതിന്റെ ഉത്തരാണ്? പിന്നെ വെന്നിന്റെ ഉത്തരാണ്. പിന്നെ അഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്, അത് നമുക്ക് വരുന്നില്ല, നമ്മൾ ഈ മൂന്നെണ്ണമൊക്കെ ചർച്ച ചെയ്യണുള്ളൂ, അത് മതി, കൂടുതൽ നമ്മൾ ആലോചിക്കണ്ട. ഇത് മൂന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ, ക്ലിയർ ആയിരിക്കും. ചിലത് എങ്ങനെയാണ് വെറുതെ നടന്നു എന്ന് കാണിക്കുക, ചിലത് എപ്പോഴാണ് നടന്നു എന്ന് കാണിക്കുക, ചിലത് എവിടെ വെച്ചാണ് നടന്നു എന്ന് കാണിക്കുക. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് ആലോചിക്കാം, എന്താണ് അഡ്വേർബ് എന്ന് പറഞ്ഞാൽ ചെറിയ നിർവ്വചനം ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? വാട്ട്സ് ആൻ അഡ്വേർബ്? വാട്ട് ആർ അഡ്വേർബ്സ്? അഡ്വേർബ്സ് മോഡിഫൈ വേർബ്സ്, അഡ്ജക്റ്റീവ്സ് ഓർ അതർ അഡ്വേർബ്സ്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു വീഡിയോ കറക്റ്റ് ആയിട്ട് ഓരോന്നും ചർച്ച ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടാൽ ഇംഗ്ലീഷിലെ നിങ്ങളെ വീഡിയോസിൽ നിങ്ങൾ പാർട്സ് ഓഫ് സ്പീച്ച് അടിച്ചാൽ കിട്ടും. അത് എല്ലാ കൃത്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അഡ്വേർബ് ഒന്നുകിൽ വെർബിനെ മോഡിഫൈ ചെയ്യും, അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യും, അല്ലെങ്കിൽ മറ്റ് അഡ്വേർബുകളെ മോഡിഫൈ ചെയ്യും. സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്താൽ അത് അഡ്വേർബ് ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. പല കുട്ടികൾക്കും സംശയമുള്ള. ഉദാഹരണമായിട്ട് ഹീസ് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് വെരി ഗുഡ് എന്ന് പറയുമ്പോൾ ഗുഡ് നമുക്കറിയാം അഡ്ജക്റ്റീവ് ആണ്. വെറി എന്ന് പറഞ്ഞാൽ ആ അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ് വെറി. ആ വെറി അവിടെ നേരത്തെ അഡ്വേർബ് ആണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ, തെറ്റിക്കരുത്. പിന്നെ അഡ്വേർബിനെ അഡ്വേർബ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം, നമുക്ക് അറിയുന്നതാണ്. ഈ ഉദാഹരണം ഇതാൽ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോലെ. റെഡി അല്ലേ? അഡ്ജക്റ്റീവ് വെരി ഗുഡിൽ വെരി അഡ്വേർബും ഗുഡ് അഡ്ജക്റ്റീവും ആണ്, ശ്രദ്ധിക്കണം. റെഡി അല്ലേ? They tell us how, when, where things happen. അതാണ് നമുക്ക് പറഞ്ഞുതരാം, എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നാ പറഞ്ഞുതരാം. ക്ലിയർ അല്ലേ? കുറച്ച് ഉദാഹരണം ശ്രദ്ധിച്ചോ. ദ ഹൗ എന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ് ഈ അഡ്വേർബുകളൊക്കെ. വെൻ എന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ് ഈ അഡ്വേർബുകളൊക്കെ. വേറിന്റെ ഉത്തരങ്ങളാണ് ഇതൊക്കെ. നോക്ക് ശരിയല്ലേ? ഒക്കെ വി ലിവ് പീസ്ഫുള്ളി. നല്ലൊരു രാജ്യമാണെങ്കിൽ, നമ്മൾ നല്ലൊരു പ്രദേശമാണെങ്കിൽ, നല്ലൊരു ചുറ്റുപാടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ശാന്തമായി നമുക്ക് ജീവിക്കാൻ കഴിയും. റെഡി അല്ലേ? എങ്ങനെ ജീവിക്കുന്നു? ഹൗ ഡു വി ലിവ് ഓർ ഹൗ ഡു യു ലിവ്? ദാറ്റ് ഈസ് പീസ്ഫുള്ളി. ഹൗ ഡിഡ് ഹി റൺ? എങ്ങനെ ഓടിയത്? ഫാസ്റ്റ്. ഹൗ ഡു ഐ ഹാവ് ടു സ്പീക്ക്? എങ്ങനെയാ സംസാരിക്കേണ്ടത്? സ്പീക്ക് സോഫ്റ്റ്ലി, പതുക്കെ സംസാരിക്കൂ. റെഡി അല്ലേ? ക്ലിയർ ആണല്ലോ മക്കളെ? കുഴപ്പമില്ലല്ലോ. എല്ലാത്തിലും ലീ ഉണ്ടാവുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാവരുത് കേട്ടോ. ഭൂരിഭാഗത്തിലും ലീ എന്ന് ചേരാറുണ്ട് മിക്കവാറും അഡ്വർബുകളിലൊക്കെ. എന്നാൽ അതില്ലാത്ത കുറെ അഡ്വർബുകളുണ്ട്, നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. ഫാസ്റ്റ് ആയി പെട്ടതാ, ഫാസ്റ്റ് എന്നൊക്കെ ചില കുട്ടികൾ എഴുതാറുണ്ട്, ശരിയല്ല. അതേപോലെ തന്നെ ഹാർഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, അഡ്വേർബ് ആണ്. പല കുട്ടികൾ ഹാർഡ്ലി എന്ന് എഴുതാറുണ്ട്. ഹാർഡ്ലി എന്ന് എഴുതിയാൽ അത് വേറെ വാക്കായി, നെഗറ്റീവ് വേർഡാണ്, നമുക്കതറിയും. ഞാൻ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. വെന്നിന്റെ ഉത്തരം നോക്ക്. ആനന്ദ് കെയിം യെസ്റ്റർഡേ. വെൻ ഡിഡ് ആനന്ദ് കം? യെസ്റ്റർഡേ, ഇന്നലെ വന്നു. വിൽ ഗോ ടുമോറോ. വെൻ വിൽ യു ഗോ? ദാറ്റ് ഈസ് ടുമോറോ, നാളെ പോകും. വെൻ ഷാൽ യു കോൾ യു? വെൻ ഷാൽ യു കോൾ മീ? അപ്പോഴാണ് ഇങ്ങനെ ഉത്തരം വരിക. വെൻ ഷാൽ യു കോൾ മീ എപ്പോഴാണ് നിങ്ങൾ എന്നെ വിളിക്കുക? I'll call you, I shall call you later. പിന്നീട് വിളിച്ചോളാം. ലേറ്റർ ആണ് കേട്ടോ. ലേറ്റർ, ടുമോറോ, യെസ്റ്റർഡേ. വെൻ ആ കാണിക്കുന്നത്. I looked around. Where do you look? That is looked around. ചുറ്റും നോക്കി. Where ആണ്? She searched everywhere. Where did she search? She searched everywhere. Come here. ഇവിടെ വരൂ. ഇവിടെ, എല്ലായിടത്തും, ചുറ്റും, അതൊക്കെ സ്ഥലമാണ്. ക്ലിയർ അല്ല മക്കളെ? ഇനിയാണ് നിങ്ങൾ ചെറിയൊരു പണിയുള്ളത്. Like some sentences with adverbs in the table given below. ഇതിൽ നിങ്ങൾ ഇതേപോലെ ഹൗ വരുന്ന ഒരു 3 ഉദാഹരണം എഴുതുക. വെന്നിന്റെ അർത്ഥം വരുന്ന അഡ്വേർബുകൾ 3 എഴുതുക. വേറിന്റെ അർത്ഥം വരുന്ന 3 എഴുതുക. ചെയ്ത് നോക്കിയിട്ടുണ്ടാവല്ലോ. ചെയ്ത് നോക്കണം. പോസ് ചെയ്തിട്ട് സി നോക്കണേ. ഹി വാക്ക്ഡ് സ്ലോലി. എങ്ങനെ നടന്നത്? സാവധാനം. The child cried loudly. എങ്ങനെ കുട്ടി കരഞ്ഞത്? നല്ല ഉച്ചത്തിൽ. The cuckoo sang sweetly. എങ്ങനെയാണ് കുക്കു പാട്ട് പാടിയത്? നല്ല രസമായിട്ട്. റെഡി അല്ലേ? My father bought a pen, me a pen yesterday. എപ്പോഴാ ഉപ്പാലി ഫാദർ ഇത് കൊണ്ടുവന്നത്, പേന കൊണ്ടുവന്നത്? ഇന്നലെയാണ്. I'll leave now. ഞാൻ ഇപ്പൊ പോവും. എപ്പോഴാ പോവാ? ഇപ്പൊ പോവും. Now we can meet next year. എപ്പോഴാണ് കാണാൻ? നമുക്ക് അടുത്ത കൊല്ലം കാണാം. ഒക്കെ ഏതാണ്? ഏതാണ്? സമയം കാണിക്കുന്നതാണ്. യെസ്റ്റർഡേ, നൗ, നെക്സ്റ്റ് ഇയർ. ഇനി നോക്ക്. വേർ. ഐ ഹാവ് സീൻ ഹിം സംവേർ. എവിടെയോ കണ്ടിട്ടുണ്ട്. സംവേർ സ്ഥലമാണല്ലോ. ഷീ ലുക്ക് ദേർ. അവൾ അവിടെ നോക്കി. ദേർ ഉറപ്പല്ലേ?
ഐ കുഡ് ഫൈൻഡ് ഇറ്റ് നോവർ, എവിടെയും കണ്ടില്ല. അതൊക്കെ സ്ഥലമാണ് കാണിക്കുന്നത്. മക്കൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, യാതൊരു സംശയമില്ലല്ലോ. നമ്മൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി ചർച്ച ചെയ്തത്? എന്താണ് ആഡ്വർബ്, ആഡ്വർബ് എന്തിന്റെയൊക്കെ ഉത്തരങ്ങളാവാം, എങ്ങനെയൊക്കെ വരാം. 3 സൈസ് അഡ്വർബുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. അഡ്വർബ് ഓഫ് മാനർ പഠിച്ചു, അഡ്വർബ് ഓഫ് ടൈം പഠിച്ചു, അഡ്വർബ് ഓഫ് പ്ലേസ് പഠിച്ചു. കൃത്യമായിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കി, ഉദാഹരണങ്ങൾ കണ്ടു, സ്വന്തം എഴുതുകയും ചെയ്തു. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്ത കുട്ടിക്ക് അത് ക്ലിയർ ആയിരിക്കും. റെഡി അല്ലേ? Now we are discussing the second activity. Read the following sentences. We are building a hotel here, a 5-star hotel. We are bringing the laborers, of course, a few hundred. They are playing football. He is reading novel. മക്കളെ വേർബ് മാർക്ക് ചെയ്ത് കണ്ടോ? അതായത് നല്ല ശ്രദ്ധിക്കണം കേട്ടോ. 2 ഗ്രൂപ്പാക്കി, ഒരേ കളറിൽ 2 ഗ്രൂപ്പാക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നോക്കി ഏതൊക്കെയാണത്? 6 ബിൽഡിങ്ങും 6 ബിൽഡിങ്ങും ഒരേ കളറിലാണ് കൊടുത്തത്. 6 പ്ലേയിങ്ങും ഈസ് റീഡിങ്ങും ഒരേ കളറിലാണ് കൊടുത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക? രൂപം നമുക്കറിയാം, ഇസമാർ പ്ലസ് ING ആണെന്ന് നമുക്കറിയാം. ഇതിന്റെ അർത്ഥം ഇവിടെ നോക്ക്, സൂചന ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ അർത്ഥം ഉണ്ടാവുക ഇവിടെ നോക്കണേ. ഒന്നാമത്തത് ഒപ്പണ്ടല്ല, ഫസ്റ്റത്തത് പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണ്, അല്ലെങ്കിൽ ചിലത് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആക്ഷൻ ആയിരിക്കും. ചിലത് ഭാവി നടക്കാൻ പോകുന്ന നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയായിരിക്കും. ചിലത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. നിങ്ങൾ പറയും 6 ബിൽഡിംഗ് ഇതിലേതാ പെടുക? പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണോ കണ്ടിന്യൂസ് ആക്ഷൻ ആണോ? നോക്ക്, ഹോട്ടൽ ഞങ്ങളിവിടെ നിർമ്മിക്കുമെന്നാണ്, ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കല്ല. അപ്പൊ ഏതിലാ പെടുക? എന്നാലോചിച്ചുകൊണ്ട് എഴുതിക്കോളും, എന്നിട്ട് നമുക്ക് അർത്ഥം ആലോചിക്കാം. രണ്ടാമത്തെ നമുക്ക് റാർബിംഗിങ് കൂടെ കൊടുത്തിട്ടുണ്ട്, പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണ്. അപ്പൊ ലേബേഴ്സ് എത്തിയിട്ടില്ല, കൊണ്ടുവരും എന്നതിനർത്ഥം. അതേപോലെ അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അത് കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. അപ്പൊ ഹീസ് റീഡിങ് എ നോവൽ, നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. എഴുതിയിട്ടുണ്ടാവില്ല. നൗ സീ ദ ആൻസർ. ദാറ്റ് ഈസ് നോക്കണേ, ബിൽഡിംഗ് നമ്മൾ പറഞ്ഞു പ്ലാൻഡ്, സോറി വന്നിട്ടില്ല, അത് പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണ്, നമ്മൾ ഉണ്ടാക്കും. അവിടെ ഹോട്ടലില്ല. റെഡി അല്ലേ? അതേപോലെ ആർപ്ലെയിങ് വന്നു, ഈസ് റീഡിങ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. ക്ലിയർ അല്ല മക്കളെ? വളരെ എളുപ്പല്ലേ? അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇസമാർ അല്ലെങ്കിൽ ആം ഈസ് ആർ, ഇസമാർ പറയാൻ എളുപ്പം. ഇസമാർ പ്ലസ് ING ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അറിയാലോ, പ്രസന്റിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പ്രോഗ്രസീവ് എന്നൊക്കെ നമ്മൾ പറയും. അത് അതിന്റെ ഫോം എന്താ? ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. അതറിയാലോ. ക്യാൻ ബി യൂസ് ടു എക്സ്പ്രസ് എ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആൾസോ. അത് യഥാർത്ഥ പണി അതാണ്. ഇത് എന്തിനു ഉപയോഗിക്കാം? നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ പദ്ധതിയിട്ട ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ നമുക്ക് ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? ഈസി ആണല്ലോ. ഓരോ ടെൻസിനും ഒന്നിലേറെ ഉപയോഗങ്ങളുണ്ട്, ഒരുപാട് ഉപയോഗങ്ങളുണ്ട് പലതിനും. അപ്പൊ അതിലുള്ള സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഒരു ഉപയോഗമാണത് പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ കാണിക്കാൻ ഉപയോഗിക്കാം. ക്ലിയർ? നൗ ഡിയേഴ്സ്, ഇവിടെ നോക്കി കുറെ സെന്റൻസുകൾ ഉണ്ട്. അതായത് 4 സെന്റൻസ്. യു ക്യാൻ സീ 4 സെന്റൻസസ്. വിച്ച് ഓഫ് ദം ഷോ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ? അതാണ് നിങ്ങൾ കണ്ടെത്തി എഴുതേണ്ടത്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്യും. The Prime Minister is arriving tomorrow to visit the flood affected areas. Ira is going to the market. We are going on a tour next week. Rahul and Kabir are playing chess. അത് വ്യക്തമാണ്, ക്ലിയർ ആണ്. കണ്ടിട്ടുണ്ടാവും. റെഡി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാ ഉത്തരം? എന്താ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ഏതൊക്കെയാണ്? ഇവിടെ തന്നെ ഉണ്ട്. അതായത് ടുമോറോ, നാളെ എത്തുമെന്നാണ്. ഇപ്പൊ സംശയമൊന്നുമില്ല, ഒരു ഫ്യൂച്ചർ ആക്ഷൻ ആണ്. അതേപോലെ ഇവിടെ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ഞങ്ങൾ ടൂർ പോകുന്നുണ്ട്, അതും അതുപോലെ ഫ്യൂച്ചർ ആക്ഷൻ ആണ്. മറ്റു രണ്ടും കണ്ടിന്യൂസ് ആക്ഷൻ കാണിക്കുന്നതാണ്. ഗീത പോയിക്കൊണ്ടിരിക്കുകയാണ്, കബീറും രാഹുലും ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? കണ്ടിന്യൂസ് ആക്ഷൻ നമ്മൾ പറഞ്ഞു. ആർക്കും സംശയമില്ല? ക്ലിയർ അല്ലേ? ഓക്കെ, ഷാൽ വി മൂവ് ഓൺ നൗ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ. ഷാൾ ഓർ വില്ല് പ്ലസ് V1 ആണ് ഇതിന്റെ ഫോം. ഇവിടെ ആ ഫോമിലാണ് ഏത് തന്നിട്ടുള്ളത്? സെന്റൻസ് തന്നത്. അത് നമ്മൾ എന്താക്കി മാറ്റണം? നമ്മളിപ്പോ പഠിച്ച മാതിരി ഇസാമാർ പ്ലസ് ING രൂപത്തിലാക്കിയിട്ട് മാറ്റണം. ശ്രമിച്ചു നോക്കൂ നിങ്ങൾ. ട്രക്സ് ആൻഡ് ലോറീസ് വിൽ അറൈവ്. ഇതെങ്ങനെ ചെയ്യാ? ട്രക്സ് ആൻഡ് ലോറി ആദ്യം നോക്കേണ്ടത് ഇവിടെയുള്ള സാധനം സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കണം.
സിംഗുലർ ആണെങ്കിൽ ഈസ് വെച്ചാൽ മതിയാവും, പ്ലൂറൽ ആണെങ്കിൽ ആറ് വെക്കേണ്ടി വരും. ഐ അഥവാ വരികയാണെങ്കിൽ ഐ ഷാൽ എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ആമ വെക്കേണ്ടി വരാം. ഐക്ക് എനിക്ക് മാത്രമേ ആമുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയാറുണ്ട്, ഐക്ക് മാത്രമേ ആമ ഉപയോഗിക്കുള്ളൂ നമുക്കറിയാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി ട്രക്സ് ആൻഡ് ലോറീസ് എന്ന് പറയുമ്പോൾ പ്ലൂരലാണ് നമുക്കറിയാം, പാറ് വെച്ചു. വേർബ് നോക്കി പിന്നെ അതിന്റെ ING വെക്കണം, അറൈവിങ്. അപ്പൊ എങ്ങനെ വരിക? ട്രക്സ് ആൻഡ് ലോറീസ് ആർ അറൈവിംഗ് വിത്ത് സിമന്റ് ബ്രിക്സ് ആൻഡ് മാർബിൾ ടുമോറോ. ക്ലിയർ അല്ലേ? അടുത്തേക്ക് the villagers will stage a peaceful protest the next day. We will submit a petition to the collector tomorrow. മക്കൾ എഴുതാതെ പോസ് ചെയ്തിട്ട് എഴുതണേ, ഒറ്റയ്ക്ക് ചെയ്തിട്ട് അതിലേക്ക് പോകാം കേട്ടോ. വളരെ എളുപ്പമാണ്, ഏത് കുട്ടിക്കും മനസ്സിലാകാൻ കൂടെ നിന്നാൽ മതി. ആദ്യത്തെ ക്ലിയർ ആ ഞാൻ പറഞ്ഞില്ല. രണ്ടാമത്തെ നിങ്ങൾ പറയും വില്ലേജേഴ്സ് എന്ന് പറയുമ്പോൾ സിംഗിൾ ആണോ പ്ലൂറലാണോ? പ്ലൂറലാണ്. അപ്പൊ ഈസ് വേണോ ആറ് വേണോ ആമോ വേണോ? ഏതാ വേണ്ടേ? ആറ് വേണം. സ്റ്റേജ് ആണ് വേർബ്, അപ്പൊ എന്താ വരിക? സ്റ്റേജിങ്. അപ്പൊ എങ്ങനെ വരിക? The villagers are staging a peaceful protest the next day. ഇനി we will submit a petition. വി ആണല്ലോ, വി ഏതാണ്? സിംഗിൾ ആണോ പ്ലൂറലാണ്? ഞങ്ങൾ എന്ന് പറയുമ്പോ പ്ലൂറലാണ്. അപ്പൊ ഈസാമോറ ഏതാ വേണ്ടിയ? ആറാ വേണ്ടിയ. സബ്മിറ്റിന്റെ ING സബ്മിറ്റിംഗ് എങ്ങനെ വരിക? വി ആർ സബ്മിറ്റിംഗ് എ പെറ്റീഷൻ ടു ദ കളക്ടർ ടുമോറോ. വളരെ സിമ്പിൾ അല്ലേ മക്കളെ? ഒരു സംശയമില്ല. ക്ലിയർ? നൗ we are going to third activity. അപ്പൊ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞത്? സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോം ഏതാണ്? ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് ആണ്. സാധാരണഗതിയിൽ കണ്ടിന്യൂസ് ആക്ഷൻ കാണിക്കാൻ ഉപയോഗിക്കുക. പക്ഷെ അതിന് എങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്? പ്ലാൻഡ് ആയ, ഭാവിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ആക്ഷൻ കാണിക്കുക ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ ഉദാഹരണം പഠിച്ചത്, സംശയമൊന്നുമില്ലല്ലോ. നമ്മുടെ അടുത്തേക്ക് പോവാണ്. തേർഡ് ആക്ടിവിറ്റി. Read the following sentence. I have come here to get the work started. ശ്രദ്ധിക്കണേ, have come പിടിച്ചോണം കേട്ടോ, ശ്രദ്ധിക്കണേ. Now compare the sentence with the following sentence. I came here yesterday to get the work started. ഞാൻ ഇന്നലെ വന്നത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തേൽ നോക്ക്, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. എന്താ തമ്മിലുള്ള വ്യത്യാസം? എന്താ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദ ടൈം ഓഫ് ആക്ഷൻ ഇസ് മെൻഷൻഡ് ഇൻ ബോത്ത് സെന്റൻസ്. രണ്ട് സെന്റൻസിലും എപ്പം നടന്നു എന്നുണ്ട്, സമയമുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ട് നേരിക്കുളികൾ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് ചോദിക്കോ. ദ ടെൻസ് ട്രൂ ഓർ ഫോൾസ് ഇട്ടാൽ നമുക്ക് അത് കോളുണ്ട്, അതിലിട്ടാൽ മതി. ശരിയാ തെറ്റാണ്? ടെൻസ് ഫോം യൂസ്ഡ് ഇൻ ഈച്ച് സെന്റൻസ് ഇസ് ഡിഫറെന്റ്. രണ്ടിലും രണ്ട് ടെൻസ് ആണ്. രണ്ട് ഇപ്പൊ ഹാവ് കം കേം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളെ സൗകര്യം പോലെ അങ്ങ് ചെയ്യാം. ദ ആക്ഷൻ ബോത്ത് സെന്റൻസസ് ആർ കംപ്ലീറ്റ്. രണ്ടിലും ആക്ഷൻ പൂർത്തിയായിട്ടുണ്ട്. അഭിപ്രായം എന്താണ്? നല്ലോണം ശ്രദ്ധിക്കണേ. ഓക്കെ. സി ദ ടൈം ഓഫ് ആക്ഷൻ ഇസ് മെൻഷൻ ബോത്ത് ദ സെന്റൻസ്. ഇല്ല, ആദ്യത്തതിൽ ഏതില്ല? ടൈം ഇല്ല ഫസ്റ്റ് സെന്റൻസിൽ. രണ്ടാമത്തെ ടെൻസ് ഫോം യൂസ്ഡ് ഇൻ ഈച്ച് സെന്റൻസ് ഇസ് ഡിഫറെന്റ്. ശരിയാണ്. ഒന്നാമത്തെ ഹാഡ് പ്ലസ് V3 ആണ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. രണ്ടാമത്തെ V2 ആണ്. V2 എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ്. നമ്മുടെ വ്യത്യാസം അവിടെ പറയാൻ പോകുന്നത് ക്ലിയർ ആണല്ലോ. ഇനി സെന്റൻസ് ഹാവ് കം എന്നുള്ളത് ഹാവ് പ്ലസ് V3 ആണ്, അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. രണ്ടാമത്തെ കെയിം ആണ്, V2 ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ തിങ്ക് നോ ഡൗട്ട്. തേർഡ് വൺ ഇസ് ആക്ഷൻ ബോത്ത് സെന്റൻസ് ആർ കംപ്ലീറ്റ്. രണ്ടിലും ആക്ഷൻ പൂർണ്ണമായിട്ടുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, അതൊക്കെ നമുക്കറിയാം മലയാളത്തിലെ ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു സംഗതിയാണത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ആദ്യത്തെ നമ്മളിപ്പോ ഒരു സമയം വെച്ചിട്ട് ഒരു കാര്യം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു എന്ന് അതിന്റെ അർത്ഥം. അതേസമയം സമയം പറയാതെ വരുമ്പോ അത് അതിന്റെ അർത്ഥം, അതായത് ഹാവ് പ്ലസ് V3 നമ്മൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രസന്റ് നമ്മൾ കാണിച്ച ആക്ഷൻ ഏതാണ്ട് പൂർണ്ണമായ രീതിയിൽ നമുക്ക് തോന്നാം. പക്ഷെ അതിന്റെ അർത്ഥം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? പ്രസന്റ് ആയി. ഞാൻ ഉദാഹരണം പറയട്ടെ. ഐ ഹാവ് ലോസ്റ്റ് മൈ ഷൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഐ ഹാവ് ലോസ്റ്റ് മൈ കീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും എന്റെ കയ്യിൽ ഇല്ലാന്ന് അതിന്റെ അർത്ഥം. അപ്പൊ കണ്ടാൽ അത് ആക്ഷൻ പൂർത്തിയായ മാതിരിയാണ്. പക്ഷെ അത് പ്രസന്റ് ആയിട്ട് ബന്ധപ്പെടുമ്പോൾ പൂർണ്ണാർത്ഥം ശരിയല്ല. ക്ലിയർ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ എന്റെ കയ്യിൽ കീ ഇല്ല, അതുകൊണ്ടാണ് ഐ ഹാവ് കം ഹിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവൻ എന്ത് ചെയ്തിട്ടില്ല? ഹോട്ടൽ ഉണ്ടാക്കിയിട്ടില്ല എന്നൊരു സെൻസ് അവിടെ വരുന്നുണ്ട്. റെഡി അല്ലേ? അതേ സമയത്ത് ഐ കെയിം ഹിയർ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഉണ്ടാക്കിയോ പോയോ അതുമാതിരി കാര്യങ്ങളൊന്നും, പിന്നെ പോയി വന്നാലും നമുക്ക് ഏത് പറയാം? കെയിം ഹിയർ ഒക്കെ ഉപയോഗിക്കാം. ഇനി വേറെ നോക്ക്, ഐ ലോസ്റ്റ് മൈ കീ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്റെ കീ നഷ്ടപ്പെട്ടു. ചിലപ്പോ എന്റെ കയ്യിൽ ഉണ്ടാവും, ചിലപ്പോ ഇല്ലാന്ന് വരാം.
അല്ലെങ്കിൽ മുമ്പ് നഷ്ടപ്പെട്ടതായിരിക്കും, സമയം പറയട്ടോ, ആ സമയം നഷ്ടപ്പെട്ടതായി ഇപ്പൊ ഉണ്ടോ അല്ല എന്നുള്ളത് ക്ലിയർ അല്ല. അതേ സമയത്ത് ഹാവ് വെച്ച് പറഞ്ഞാൽ ഇപ്പോഴും അതിന്റെ റിസൾട്ട് നിലനിൽക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹാവ് പ്ലസ് വി ത്രീയിൽ ഉപയോഗിക്കുന്ന ഒരു വെർബിന്റെ മീനിങ് പ്രസന്റേറ്റ് ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ ശ്രദ്ധിക്കണേ. Look at the following words and expressions. Some of them go only with the sentences in the simple past tense, the others with the present perfect. Arrange them under the given titles. ശ്രദ്ധിക്കണേ, ഈ വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം? ബിഫോർ, മെനി ടൈംസ്, yesterday, 1 year ago, previous year, last week, at that moment, never, already, that day, once, one day, yet, so far. ഇവിടെ പറയുന്നത് ചിലത് സിമ്പിൾ പാസ്റ്റിന്റെ ഒപ്പം, ചിലത് പ്രസന്റ് പെർഫെക്റ്റിന്റെ ഒപ്പം എന്നാണ്. ചിലത് രണ്ടിന്റെ ഒപ്പം വെക്കാൻ പറ്റുന്നതിലുണ്ട്. ഉയർന്ന തലത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഉറപ്പുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അതായത് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഇതിന്റെ താഴെ ഇടുക, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ യെസ്റ്റർഡേ സിമ്പിൾ പാസ്റ്റേ വരുള്ളൂ. അതുപോലെ ചിലതിൽ അങ്ങനെ രണ്ടും ഉപയോഗിക്കാൻ പറ്റും. അത് പറയാം, നിങ്ങളൊന്ന് ശ്രമിച്ചു വെക്കാം. രണ്ട് കോളത്തിലായിട്ട് എഴുതി നോക്ക്. പോസ്റ്റ് ചെയ്ത് ചെയ്യൂലേ? ഞാൻ പറയട്ടെ, പോസ് ചെയ്യണം കേട്ടോ, നേരം പോകുന്നുള്ളത് കൊണ്ടാണ്. എവർ, ബിഫോർ, നെവർ, ഓൾറെഡി, യെറ്റ്, സോ ഫാർ, വൺസ് ഒക്കെ സാധാഗതിയിൽ സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റിന്റെ പൗഡർ ശ്രദ്ധിക്കണം. വൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കൽ എന്ന സെൻസിൽ ഇപ്പൊ അങ്ങനെ വരുന്ന സെൻസിൽ വന്നാല് പിന്നെ ഒരിക്കൽ എന്ന നമ്പർ വെച്ച് പറയുകയാണെങ്കിൽ അത് പലപ്പോഴും കൂടുതൽ ഏതിലുണ്ടാവുക, പിന്നെ പ്രസന്റ് പെർഫെക്റ്റിലുണ്ടാവുക ഒരു വട്ടം എന്ന സെൻസാണ്. പക്ഷെ അത് ഒരിക്കൽ ആ ടൈമിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ അത് നമ്മൾ ഏതിൽ ഉപയോഗിക്കും? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. ഒക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വൺ, പിന്നെ ട്വൈസ്, ത്രൈസ്, അല്ലെങ്കിൽ സെവറൽ ടൈംസ്, മെനി ടൈംസ് ഒക്കെ സാധാരണഗതിയിൽ കൂടുതൽ ഏതിൻ്റെ ഒപ്പം ഉണ്ടാവുക? പ്രസന്റ് പെർഫെക്റ്റിലുണ്ടാവുക. ചിലപ്പോഴൊക്കെ ചിലതൊക്കെ ഏതിൽ ഉപയോഗിക്കാറുണ്ട്? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ഏതിലോ ഉപയോഗിക്കൊള്ളുക? സിമ്പിൾ പാസ്റ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? പോയിക്കൂടെ അടുത്തേക്ക്. റൈറ്റ്. പ്രസന്റ് പെർഫെക്റ്റ് refers to the events in the past which are connected to the present. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുക ആ കാര്യങ്ങൾ പാസ്റ്റിലായിരിക്കും ഉണ്ടാവുക, പക്ഷേ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ആ പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? ഐ ഹാവ് കട്ട് മൈ ഫിംഗർ, ഞാൻ വിരൽ മുറിഞ്ഞിട്ട് നോക്ക്. ഇറ്റ് ഈസ് ബ്ലീഡിങ്, അതുപോലെ ഏതുണ്ട്? രക്തമുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഏത് നമ്മൾ ആലോചിച്ച് അങ്ങനെ ആ രീതി ബന്ധിപ്പിക്കാൻ കഴിയും. ഓക്കെ, നൗ 3 മനസ്സിലായിട്ടുണ്ടാവും. എന്താ നമ്മളതിൽ പഠിച്ചത്? എന്താണ് രണ്ട് ടെൻസുകൾ ചെറുതായിട്ട് നമ്മൾ അനലൈസ് ചെയ്തു. പ്രസന്റ് പെർഫെക്റ്റും അതുപോലെ സിമ്പിൾ പാസ്റ്റും. രണ്ടും പാസ്റ്റിലെ കാര്യങ്ങൾ ഉപയോഗിക്കാം, ആർഗ്യുമെന്റ്സ് പറയാൻ ഉപയോഗിക്കാം. സാധാരണഗതിയിൽ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ 100% പൂർണ്ണ എന്ന സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. അതേസമയം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അത് പ്രസന്റുമായിട്ട് അതിന് ബന്ധം ഉണ്ടാവും. നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഉപയോഗിക്കാവുന്ന ചില ആഡ്വർബുകളാണ് ആ കണ്ടതൊക്കെ. ആഡ്വർബുകൾ ഉണ്ട്, അതുപോലെ തന്നെ ചിലത് ഏതുണ്ട്? പിന്നെ പ്രിപ്പോസിഷൻ പോലത്തെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ആക്ടിവിറ്റി 4 നല്ലോണം ശ്രദ്ധിക്കണേ. ലിസൺ ടു ദ മൗണ്ടിനിലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, യു മസ്റ്റ് ടോക്ക് ടു ദ ചിൽഡ്രൻ എന്ന് ആര് പറയുന്നുണ്ട്? ഇങ്ങനെ 4 കാര്യങ്ങൾ ആര് പറയണത്? ഗ്രാൻഡ്മ ആരോട് പറയുന്നതാണ്? ഹെഡ് മാസ്റ്ററോട് പറയുന്ന, നാരായണനോട് പറയുന്നതാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടി അറിയാം? ഈ നോക്കണത് ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ നമുക്ക് അറിയണതാണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ ചെയ്യേണ്ടത് നോക്ക്, ഇതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ ഇൻസ്ട്രക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ റിക്വസ്റ്റ് ആക്കി മാറ്റാം. ഒരു നിർദ്ദേശം കൊടുക്കുന്നു, അത് നമുക്ക് എന്ത് ചെയ്യാം? നീ സംസാരിക്കണം, നീ സംസാരിക്കേണ്ടതാണ് നിർദ്ദേശമാക്കി നമുക്ക് എന്ത് ചെയ്യാൻ മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ സെന്റൻസുകളെ മാറ്റുക എന്നാണ് എളുപ്പമാട്ടോ. നല്ലോണം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഫസ്റ്റ് ഉദാഹരണം എടുക്കുന്നത് യു മസ്റ്റ് ടോക്ക് ടു ദ ചിൽഡ്രൻ. നോക്കൂ, ഇത് മനസ്സിലാക്കിയാണ് ബാക്കി ചെയ്യാം. പ്ലീസ് ടോക്ക് ടു ദ ചിൽഡ്രൻ. നോക്ക്, വേർബ് കണ്ടു, V1 ആണ്, അതിന്റെ മുമ്പ് പ്ലീസ് വെച്ചു. റെഡി അല്ലേ? ഇനി ഒന്നും കൂടി പൊളൈറ്റ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ മുമ്പ് നേരത്തെ വെച്ചതിന് മുമ്പ് ഒരു കുഡും കൂടി വെച്ചാൽ ഒന്നുകൂടി പൊളൈറ്റ് ആയി. കുഡ് യു പ്ലീസ് ടോക്ക് ടു ദ ചിൽഡ്രൻ? റൈറ്റ്. അപ്പൊ ഒരു ക്വസ്റ്റ്യനും കൂടി ആയിട്ടോ, ശ്രദ്ധിക്കണേ. ഇനി പിന്നെ വിനയം കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കും വേറെ സാധനം വുഡ് യു മൈൻഡ്. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വേർബിന്റെ ING ഫോം ഉപയോഗിക്കുക. വുഡ് യു മൈൻഡ് ടോക്കിംഗ് ടു ദ ചിൽഡ്രൻ? ക്ലിയർ ആയില്ല മക്കളെ? പ്ലീസ് ടോക്ക് ടു ദ ചിൽഡ്രൻ, കുഡ് യു പ്ലീസ് ടോക്ക് ടു ചിൽഡ്രൻ, വുഡ് യു മൈൻഡ് ടോക്കിംഗ് ടു ചിൽഡ്രൻ. അതായത് അതിലെ വേർബിന് മുമ്പ്
എന്ത് ചെയ്യുക, V1 ആക്കിയിട്ട് V1 ആവണം കേട്ടോ. ഇത് സാധാരണ രീതിയിലൊക്കെ V1 ആയിരിക്കും ഉണ്ടാവാം. അതിന് മുമ്പ് പ്ലീസ് വെക്കാം, അല്ലെങ്കിൽ കുഡ് യു വെക്കാം, കുഡ് യു പ്ലീസ് വെക്കാം, പിന്നെ അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് വെക്കാം. വുഡ് യു മൈൻഡ് വെക്കുമ്പോൾ വേർബ് ING ആവണം. സിമ്പിൾ അല്ലേ? പിന്നെ നമുക്ക് ബാക്കി ചെയ്ത് നോക്കിയാലോ, ബാക്കിയുള്ള ഈ 3 ചെയ്ത് നോക്കിയാലോ. ശ്രമിച്ചു നോക്ക് നിങ്ങൾ. You must talk to the children, find out what they feel about it, don't put ideas into their heads. 3 സെന്റൻസ് ആണ്. ശ്രമിച്ചു നോക്ക്. ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞാലല്ലേ അത് നമുക്ക് ഇനി കാണിക്കാലോ, കുഴപ്പമില്ല. ഇത് വെച്ചിട്ട് ബാക്കിയുള്ള ചെയ്യും. നിങ്ങൾ പോസ് ചെയ്ത് ചെയ്യല്ലോ, ചർച്ച ചെയ്താലോ. ഇവിടെ ഫൈൻഡ് ഔട്ട് ആണ് വാക്ക്, വേർബ് ഫൈൻഡ് ആണ്, V1 ആണ്. ഇപ്പൊ എന്ത് ചെയ്താൽ മതിയാ, പ്ലീസ് ഫൈൻഡ് ഔട്ട്. വേറൊന്നുമില്ല, പ്ലീസ് വെച്ചു കൊടുത്തു. അതേപോലെ കുഡ് യു പ്ലീസ് വെച്ചു, ഫൈൻഡ് തന്നെയാണ്. വുഡ് യു മൈൻഡ് വെച്ചപ്പോൾ ഫൈൻഡ് എന്നുള്ളത് ING ആക്കി. വേറെ വ്യത്യാസം ക്ലിയർ അല്ലേ? ഇത് ശ്രദ്ധിക്കണം. നോട്ട് ഉണ്ട്. പ്ലീസ് ഡോണ്ട് പുട്ട് ഐഡിയാസ്, അതൊന്നുമില്ല. ഡോണ്ട് ഡു നമുക്കറിയാം V1 ആണ്. നെഗറ്റീവായിട്ട് നമ്മൾ കമാൻഡ് ഒക്കെ പറയുമ്പോൾ ഡോണ്ട് തലത്തിൽ വെച്ചിട്ടാ പറയാം. ക്ലിയർ ആണ്. നോക്ക്, കുഡ് യു പ്ലീസ് നോട്ട് പുട്ട്, പ്ലീസ് കഴിഞ്ഞിട്ടാ നോട്ട് വെച്ചത്, ശ്രദ്ധിക്കണേ. പുട്ട് ഐഡിയാസ്. അതേപോലെ ഇവിടെ അതേപോലെ വേർബിന്റെ മുമ്പാണ് നോട്ട് വെക്കുന്നത്. വുഡ് യു മൈൻഡ് നോട്ട് പുട്ടിങ് ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ടെൽ ദം എവറിത്തിങ് എങ്ങനെ പറയാം, പ്ലീസ് ടെൽ ദം എവറിത്തിങ്. കുഡ് യു പ്ലീസ് ടെൽ ദം എവറിത്തിങ്, കുഡ് യു മൈൻഡ് ടെലിംഗ് ദം എവറിത്തിങ്. ക്ലിയർ മക്കളെ? നോക്കൂ, പ്ലീസിന് ശേഷം V1 ആണ്, കുഡ് യു പ്ലീസിന് ശേഷം V1 ആണ്, വുഡ് യു മൈൻഡിന് ശേഷം ING ആണ്. സംശയമില്ലല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നോക്കണേ, ഇവിടെ ഗ്രാൻഡ് മദർ വാൺ ചെയ്യാൻ അഡ്വൈസ് ചെയ്യാണ് ആരെ, ഹെഡ് മാസ്റ്റർ. അപ്പൊ എങ്ങനെയായിരിക്കും സെന്റൻസ് ഉണ്ടാവുക നോക്ക്. യു ഹാഡ് ബെറ്റർ ടോക്ക് ടു ദ ചിൽഡ്രൻ. അങ്ങനെ ചെയ്യേണ്ട ഉപദേശം കൊടുക്കാനാണ് ഹാഡ് ബെറ്റർ പറയട്ടെ, ശ്രദ്ധിക്കണേ. യു ഹാഡ് ബെറ്റർ ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട്. അവിടെ നോക്കി ഹാഡ് ബെറ്ററിന് ശേഷം V1 ആവുന്നത് നല്ലോണം ശ്രദ്ധിക്കാം. ഇതുണ്ട് ഓർത്ത് വെക്കുക, ഇതിരുത്താണ്ട്. ഹാഡ് ബെറ്റർ നോട്ട് V1 ആണ് ഉപയോഗിക്കുക. വേർബ് ആവുമ്പോൾ V1 ഉപയോഗിക്കുക. ശ്രദ്ധിക്കേണ്ടത് ഒപ്പുണ്ടാവണേ. ഒരു കാര്യം ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നോട്ട് പറയാതെ വേർബ് പറയാം. അതേ സമയത്ത് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ, നോട്ട് ചേർത്തിട്ട് മുമ്പ് വെച്ചിട്ട് പറയാം. നോക്കണേ, നീ പുകവലി നിർത്തണം നമ്മൾ എങ്ങനെ പറയാ, നല്ലത് എന്ന് എങ്ങനെ പറയാം. നല്ലത് എന്ന് പറഞ്ഞാൽ ഉപദേശ രൂപത്തിൽ പറയുമ്പോൾ നേരെ ഹാഡ് ബെറ്റർ നേരെ സെൻസിൽ നല്ല അർത്ഥത്തിലല്ല പറയുന്നത്. ഉപദേശം നമ്മൾ എങ്ങനെ കൊടുക്കുക, യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് സ്മോക്കിംഗ് എന്നാ പറയാം. യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് സ്മോക്കിംഗ്. അതിനുണ്ട് അഡ്വൈസ്, റെക്കമെൻഡേഷന്, അതുപോലെ തന്നെ സജഷന്, വാണിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഇനി നീ പുക വലിക്കരുത് എങ്ങനെ പറയാ, യു ഹാഡ് ബെറ്റർ നോട്ട് സ്മോക്ക്. മതി, പറയും തെറ്റിക്കല്. യു ഹാഡ് ബെറ്റർ ടു സ്മോക്ക് പറയും, അറിയാതെ പറഞ്ഞു പോകരുത്. അതായത് ടു സ്റ്റോപ്പ് സ്മോക്കിംഗ് അല്ലെങ്കിൽ നോട്ട് ടു സ്മോക്ക് എന്ന് പറയാം, അങ്ങനെ ആവരുത്. യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് സ്മോക്കിംഗ് ഓർ യു ഹാഡ് ബെറ്റർ നോട്ട് സ്മോക്ക്. ക്ലിയർ ആണല്ല? നല്ല സിമ്പിൾ ആയിട്ട് കുട്ടികളെ. ഇങ്ങനെ ബാക്കിയുള്ള നമ്മൾ ഇങ്ങനെ മാറ്റിയാലോ, ഡോണ്ട് പുട്ട് ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്, ജസ്റ്റ് ടെൽ ദം എവരിതിങ്. ഒന്ന് മാറ്റി വെക്കുന്നതേ പോലെ ഹാഡ് ബെറ്റർ വെച്ച് നോക്കിയാൽ എങ്ങനെ വരിക, യു ഹാഡ് ബെറ്റർ. ഇവിടെ ഡോണ്ട് ഉള്ളതുകൊണ്ട് നോട്ട് വേണം. നോട്ട് പുട്ട് ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്, യു ഹാഡ് ബെറ്റർ ടെൽ ദം എവരിതിങ്. ക്ലിയർ അല്ലേ മക്കളെ? നൗ ഇവിടെ ശ്രദ്ധിക്കണേ, നിങ്ങൾക്കുള്ളൊരു പണിയാണ്. കുറെ ആളുകൾ പിന്നെ പ്രകൃതിയെ കുറിച്ചോ പരിസ്ഥിതിയെ കുറിച്ചോ ബോധമില്ലാത്ത ആൾക്കാർക്ക് വായിച്ചാൽ കിട്ടുന്നത്. നമ്മൾ എങ്ങനെ അവരെ അഡ്വൈസ് ചെയ്യാം, റെയിൻഫോൾ കുറവാണ്, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, യു ഹാഡ് ബെറ്റർ പ്ലാന്റ് മോർ ട്രീസ്, കൂടുതൽ മരം നടണം എന്ന് നമുക്ക് ഉപദേശിക്കാം. ഇങ്ങനെയാണെങ്കിൽ വാട്ടർ സ്കാർസിറ്റി സീരിയസ് പ്രോബ്ലം ആണ്, വെള്ളം ഇല്ലാണ്ട് വലിയ പ്രശ്നം, എന്താ ചെയ്യുക, യു ഹാഡ് ബെറ്റർ നോട്ട് വേസ്റ്റ് വാട്ടർ. അതോടുണ്ട്. ഇനി വെജിറ്റബിൾ ഒക്കെ പിന്നെ വിഷാംശം കലർന്ന അങ്ങനത്തെ കുറച്ച് സാഹചര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, യു ഹാഡ് ബെറ്റർ വർക്കിട്ട് സം പീസ് ഓഫ് അഡ്വൈസ് ഷുഡ് ബി റിട്ടൺ. എഴുതണം. റെഡി അല്ലേ? ചെയ്ത് നോക്ക്, പോസ്റ്റ് ചെയ്തിട്ട് നോക്കണേ. നോക്ക്, വാട്ടർ സ്കാർസിറ്റി സീരിയസ് പ്രോബ്ലം ആകുമ്പോൾ ഞാൻ ആ സാഹചര്യം നിങ്ങളൊന്ന് എഴുതി വെക്കാൻ മതി. അഡ്വൈസ് അല്ലെങ്കിൽ ആ പീസ് ഓഫ് അഡ്വൈസ് എഴുതിയാൽ മതി. ടൈപ്പ് തുടങ്ങണം. നമുക്ക് ഒറ്റയ്ക്ക് എഴുതണം കേട്ടോ, പോസ് ചെയ്ത് എഴുതണേ. യു ഹാഡ് ബെറ്റർ പ്ലാന്റ് മോർ ട്രീസ്, കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ്, യു ഹാഡ് ബെറ്റർ നോട്ട് വേസ്റ്റ് വാട്ടർ, കുഴപ്പമില്ലല്ലോ. നെഗറ്റീവ് ആയപ്പോൾ നോട്ട് V1. റെഡി അല്ലേ? വി ഗെറ്റ് വെജിറ്റബിൾ എന്താണ് ചെയ്യേണ്ടത്, യു ഹാഡ് ബെറ്റർ പ്ലാന്റ് വെജിറ്റബിൾസ് ഇൻ യുവർ ഫാം. യു ഹാഡ് ബെറ്റർ ടേക്ക് ആൻ അംബ്രല്ല, കുട എടുക്കണം, മഴ പെയ്യാൻ പോകുന്നതാണ്. എക്സാമിനേഷൻ ഇസ് നിയർ, യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ. ക്ലിയർ ഡിയേഴ്സ്? ഓക്കെ. നൗ ആക്ടിവിറ്റി 5 ആണ്, നല്ലോണം ശ്രദ്ധിക്കണം, സിമ്പിൾ ആകപ്പെട്ടോ. നമ്മൾ അതിലെ ആ മാർക്ക് ചെയ്ത സംഗതികളൊക്കെ എന്താ, കോൾ ഡൗൺ, പുട്ടപ്പ്, പുട്ട് ഇറ്റ് അക്രോസ്, പുട്ടപ്പ് വിത്ത്, പുട്ട് ആൻ എൻഡ് ടു, ടേൺ ഡൗൺ. എന്താ ഈ സംഗതികളൊക്കെ
വായിച്ചാൽ നമ്മൾ കേട്ടതാണ്, ഇതിന്റെ ആശയം നമുക്കറി എന്താണ് അതൊക്കെ. അതൊക്കെ വെർബുകളും അതിന്റെ കൂടെ എന്തോ ചില സാധനങ്ങൾ കൂടിയതാണ്. റെഡി അല്ലേ? ചിലത് പോണാണെങ്കിൽ പ്രിപ്പോസിഷൻ ആണ്, ചിലത് ഏതാണ് പിന്നെ ഏതാണ് ഡൗൺ ഒക്കെ ആവുമ്പോ ഏതാണ് അഡ്വേർബ് ആണ്. ഇങ്ങനെ ഒരു വെർബും പ്രിപ്പോസിഷനും അല്ലെങ്കിൽ ഒരു വെർബും അഡ്വേർബ് കൂടിയാൽ എന്താ പറയാ നമുക്ക് ആലോചിച്ച് നോക്കാം. Because expressions from passage which convey the meaning given in column. ഇതിന്റെ അർത്ഥം പറയാത്തത് കൊണ്ടാണ് കേട്ടോ ഇതിന്റെ അർത്ഥം നമ്മൾ നോക്കി എഴുതാൻ വേണ്ടത്. അതായത് അതിൽ റിജക്റ്റഡ് എന്ന അർത്ഥമുള്ള ഒരു കൂട്ടം വാക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേർബും ഏതും കൂടി കൂടിയതാണ്. ഒന്നുകിൽ പ്രിപ്പോസിഷൻ അതല്ലെങ്കിൽ ആഡ്വേർബ്. ഏതാണ് ആ വാക്ക് കണ്ടെത്തുക. വിസിറ്റഡ് ഉണ്ട്, ബിൽഡ് ഉണ്ട്, സ്റ്റോപ്പ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റഡ് ഉണ്ട്, ടോളറേറ്റ് ഉണ്ട്. ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് താഴ്ത്താതെ എഴുതിയിരിക്കണം, കോൾ ഡൗൺ ആദ്യം എഴുതിയിരിക്കണം. എന്നിട്ട് അതിന്റെ നേരെ അവിടുത്തെ അർത്ഥം നമ്മൾ നോക്കി എഴുതാറുണ്ട്. റെഡി അല്ലേ? ചെയ്തോളൂല്ലോ. ഉത്തരം കാണിക്കട്ടെ. നിങ്ങൾക്ക് അറിയാം, ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റഡ് ആണ്, കോൾ ഡൗൺ വിസിറ്റഡ് ആണ്, പുട്ടപ്പ് ബിൽഡ് ആണ്, പുട്ടാനൻഡ് സ്റ്റോപ്പ് ആണ്, പുട്ടിക്രോസ് കമ്മ്യൂണിക്കേറ്റഡ് ആണ്, പുട്ടക്രോസ് കമ്മ്യൂണിക്കേറ്റഡ് ആണ്, പുട്ടപ്പ് വിത്ത് ആണ്, ടോളറേറ്റ്. ഓക്കെ, പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് ആണ്. സംശയങ്ങളൊന്നുമില്ലല്ലോ. ടേൺ ഡൗൺ നിരസിക്കുക, ഒരാളെ സന്ദർശിക്കുക, നിർമ്മിക്കുക, അവസാനിപ്പിക്കുക, ആശയങ്ങൾ നടത്തുക. അതേപോലെ തന്നെ പുട്ടപ്പ് വിത്ത് PUT ഒരു സ്പേസ് ഉണ്ട്, പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്. ക്ലിയർ അല്ലേ? ഇനി മക്കൾ ചെയ്യേണ്ടത് ഗോ അവേ നെഗ്ലക്ട് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പാഠത്തിലെ ആ രൂപത്തിലുള്ള ഒരു സാധനമാണ്. ഇത് നമ്മൾ ഫ്രേസൽ വെർബ് എന്ന മക്കളെ പറയാം. അതറിയാലോ, അവസാനം വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൂട്ടം എന്നൊക്കെ പറയുന്നത്. ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് വരുന്നുണ്ട്. ഇപ്പൊ വിശദീകരിക്കുന്ന ഫ്രേസൽ വെർബുകളാണ്. ഡിസെൻഡ് മൗണ്ടനും അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് നോട്ട് ഹിസ്റ്ററിയും വായിച്ചിട്ട് അതിനൊരു കുറച്ച് ഫ്രേസൽ വെർബുകൾ കണ്ടെത്തലാണ് നിങ്ങളെ പണി. റെഡി അല്ലേ? ചെയ്യണം. ആദ്യമായിട്ടോ പോസ് ചെയ്യണേ, എന്നിട്ട് നോക്കണം. നോക്ക് ഡൗൺ, ഡിമോളിഷ് ഡിസെൻഡ് മൗണ്ടിലുള്ളതാണ്. pour into, come in large numbers, put up, build, bring in, earn, come up, start, grow, happen, be mentioned എന്നൊക്കെ അതിനർത്ഥമുണ്ട്. care for, think about, worry about, get on, continue. ഇത് നമ്മൾ ഏതിലുള്ളതാണ്? ഡിസെൻഡ് മൗണ്ടിലുള്ളതാണ്. climate change is not hysteria അതിലുള്ളതാണ്. look at, consider, go away, vanish, disappear, depend on, rely on. സംശയമൊന്നുമില്ലല്ലോ. ഇത് ഒന്നും ചെയ്യാല്ലേ, നമ്മളൊരു ശ്രദ്ധയൊക്കെ അർത്ഥം കാണാൻ അതൊന്നും ചെയ്യേണ്ടതുള്ളൂ. ഇത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ട് എഴുതുക. റെഡി അല്ലേ? ഇനി നിങ്ങൾക്ക് ഇതിന്റെ ചെറിയൊരു വിഷയം നേരത്തെ പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഫ്രേസൽ വെർബുകളാണ്. എന്താ ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, വെർബും ഒന്നുകിൽ പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ആഡ്വർബും കൂടിയതാണ് സാധാഗതിയിൽ. ഇനി ശ്രദ്ധിക്കണം, എന്താ ഇതിന്റെ പ്രത്യേകത? പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുഷ് എന്ന് പറഞ്ഞാൽ വെക്കുകയാണ്. ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ എന്ന അർത്ഥം. പുട്ടോ എന്ന് പറഞ്ഞാൽ മുകളിൽ വെക്കാനല്ല, ധരിക്കുക എന്നാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞൊക്കെ അങ്ങനെ തന്നെയാണ്. അതിനെ ഒറ്റപ്പെട്ട അതിന്റെ ഘടകവാക്കുകളുടെ മീനിങ്ങിന് വ്യത്യസ്തമായ മീനിങ് ആയിരിക്കും ഇതിനുണ്ടാവുക, ഫ്രേസൽ വെർബിൽ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? നൗ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ബുക്കിലുള്ള ടാസ്ക്കാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ ന്യൂസ് പേപ്പർ ഹെഡ്ലൈനുകളാണ്. അല്ലെ ഫ്രേസൽ വെർബ് ആദ്യം കണ്ടെത്തതിന്റെ മീനിങ് എഴുതുക. ചെയ്തു നോക്കട്ടെ, ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കണം. പോസ് ചെയ്യണം കേട്ടോ. റൈറ്റ്, നോക്കിക്കോളൂ. പാസ്ഡ് അവേ ആണ് ആദ്യത്തേലുള്ളത്. ഡൈസ് എന്ന അർത്ഥം പാസ് അവേ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആണ്. ഗോസ് ഓഫ് എന്ന് പറഞ്ഞാൽ ബേഴ്സ് ആണ്, എക്സ്പ്ലോഡ് പൊട്ടിത്തെറിക്കുക എന്നൊക്കെ അർത്ഥം. ടു ടേക്ക് ഓൺ എന്ന് പറഞ്ഞാൽ അണ്ടർടേക്ക് ആണ്. കോൾസ് ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് പേഴ്സൺ ആണ്. അതായത് പ്രസിഡന്റ് ഒരാളായതുകൊണ്ട് കോൾസ് ഓൺ. സ്ഥലമാണ് കോൾസ് അറ്റാ പറയട്ടോ. ക്ലിയർ അല്ലേ? നിങ്ങൾ ഏരിയ ശരിയായിരിക്കുമല്ലോ. ഇനി ഡി നോക്ക്. അറ്റ് വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗെറ്റ്. അപ്പൊ ഒരു കുട്ടിന്റെ സ്റ്റഡി ഹാബിറ്റ് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു ചോദ്യാവലിയാണിത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടി അറിയാം? ആദ്യം അതിലുള്ള ഏത് കാണണം? ഏതാ കാണേണ്ടത്? ഫ്രേസൽ വെർബുകൾ കാണാം, എന്നിട്ട് അതിന്റെ അർത്ഥം കാണാം, എന്നിട്ട് അതിന്റെ ഉത്തരങ്ങൾ എഴുതണം. റെഡി അല്ലേ? വായിച്ചു നോക്കി ചെയ്യൂലേ? ആദ്യം മാർക്ക് ചെയ്യും. ഫ്രേസൽ വെർബ് ആദ്യം അടി വരക്ക്, പെട്ടെന്ന് പോസ് ചെയ്ത് വരക്കൂലേ? 2 ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ്. റൈറ്റ്, ഗെറ്റപ്പ് ആണെന്ന്, ടേക്ക് ടു, കീപ്പ് അപ്പ് വിത്ത്, ജോട്ട് ഡൗൺ, ലുക്ക് അപ്പ്, ഫിനിഷ് ഓഫ്, cheer up, while away, stay up. ഇത്രയാണ് നമ്മൾ അതിലുള്ള ഫ്രേസൽ വെർബ്. എല്ലാവരും വരച്ചിട്ടുണ്ടാവും. ഗോ ഓൺ, വെറുതെ ഞാൻ ഒരു 2 ചോദ്യം ഉണ്ടാക്കാം. ഹൗ ലോങ് ഡു യു ഗോ ഓൺ വിത്ത് യുവർ സ്റ്റഡി? അറിയാലോ, തുടരുക, കണ്ടിന്യൂ ആണ്. കോളറ്റ് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക എന്നാണ്. ഓരോന്റെ അർത്ഥമുണ്ട്. ഗെറ്റ് അപ്പ്, വേക്ക് അപ്പ്, ഉണരുക.
നീക്കുക. ടേക്ക് ടു യൂസ് ആണ്. കീപ്പ് അപ്പ് വിത്ത്, അണ്ടർസ്റ്റാൻഡ്, സ്റ്റഡി, ഫോളോ എന്നൊക്കെ അർത്ഥമുണ്ട്. ജോട്ട് ഡൗൺ റൈറ്റ് ക്വിക്ക്ലി ആണ്. സെർച്ച് ഫൈൻഡ് ഔട്ട് ആണ്. ഫിനിഷ് ഓഫ് കംപ്ലീറ്റ് ആണ്. ചിയർ അപ്പ് എൻകറേജ് പ്രോത്സാഹിപ്പിക്കുക. വൈലവെ കടന്നു പോവുക, ചെലവഴിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെ സ്റ്റേ അപ്പ് എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക, വളർത്താട്ടോ. ഗോ ഓൺ കണ്ടിന്യൂ ക്വാളിറ്റി വിസിറ്റ്. സാറ് സംശയമൊന്നുമില്ലല്ലോ, ഇതിന്റെ ഉത്തരങ്ങൾ വെറുതെ എഴുതാം, ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രിൻസിപ്പളുകളാണ് ഇവിടെ പ്രധാനം. ആദ്യത്തെ എങ്ങനെ എഴുതുക? ഐ ഗെറ്റ് അപ്പ് അറ്റ് വാട്ട് ടൈം, എപ്പോഴാണ് എണീക്കാന്ന് എഴുതുക. ഹൗ മച്ച് ടൈം ഡു യു ടേക്ക് ടു റിവ്യൂ യുവർ, എത്ര അങ്ങനെ എഴുതുക. ഐ ടേക്ക് how many hours അല്ലെങ്കിൽ how many minutes അത് എഴുതുക. ടു റിവ്യൂ മൈ പ്രീവിയസ് ഡേയ്സ് ലെസൺസ്. റെഡി അല്ലേ? പിന്നെ ദ സബ്ജക്ട്സ് വിച്ച് ആർ ഹാർഡ് ടു കീപ്പ് അപ്പ് വിത്ത് ആർ എന്ന് എഴുതിയിട്ട് ഏതൊക്കെ വിഷയങ്ങളാണ് പ്രയാസമുള്ളതെന്ന് എഴുതുക. ജോട്ട് ഡൗൺ, അപ്പോൾ എസ് ഇട്ടിട്ട് ഐ ജോട്ട് ഡൗൺ നോട്ട്സ് ഇൻ ദ ക്ലാസ് എഴുതിയെടുക്കാറുണ്ട്. യു ലുക്കപ്പ്, അത് എസ് നിങ്ങൾ ഡിക്ഷണറി നോക്കാറുണ്ടെങ്കിൽ എസ് ഐ ലുക്കപ്പ് അൺഫെമിലിയർ വേർഡ്സ് ഇൻ ദ ഡിക്ഷണറി എന്ന് എഴുതുക. പിന്നെ ഹോംവർക്ക് ഒക്കെ കറക്റ്റ് സമയത്ത് ചെയ്യാറുണ്ടോ, വർക്ക് ചെയ്യാറുണ്ടോ, എസ് ഐ ഫിനിഷ് ഓഫ് എന്ന് പറഞ്ഞാൽ മതി. ചിയർ അപ്പ്, കൂട്ടുകാരെ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ടോ, അവർക്ക് വിഷമം ഉണ്ടാകുമ്പോൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ, സന്തോഷിപ്പിക്കാറുണ്ടോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യെസ് ഐ ചിയർ അപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഹൗ ഡു യു വൈൽ എവേ, എങ്ങനെയാണ് പിന്നെ ഫ്രീ ടൈം, ലെഷർ ടൈം നിങ്ങൾ എന്ത് ചെയ്ത്? ലെഷർ ഒന്നും ലിഷർ, ലെഷറാണ് ബ്രിട്ടീഷ്, മറ്റേ ലിഷർ അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ ആണ്, രണ്ടും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പൊ എന്താ നമ്മൾ ലെഷർ എന്ന് പറഞ്ഞാൽ ലെഷർ ടൈം എങ്ങനെയാണ് ചെലവഴിക്കൽ? റീഡിങ്, പ്ലേയിങ്, അല്ലെങ്കിൽ ഒബ്സർവിങ് നേച്ചർ എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതാം. ഡു സ്റ്റേ അപ്പ് ലേറ്റ്, രാത്രി ഒരുപാട് നേരം വൈകി പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ ഉറക്കൊഴിച്ചിരിക്കാറുണ്ടോ? യെസ് ഓ നോ എഴുതാം. എന്നിട്ട് ഐ സ്റ്റേ അപ്പ് എന്ന് പറഞ്ഞ നേരം എഴുതിയാൽ മതി. ഹൗ ലോങ് ഡു യു ഗോ ഓൺ വിത്ത് യുവർ സ്റ്റഡി, എത്ര സമയമാണ് നിങ്ങൾ പഠനം തുടരൽ എന്നാണ്. ഹൗ മെനി അവേഴ്സ് എന്ന സെൻസ് ആണ്. ഓഫൺ ഡു യു കോൾ അറ്റ് യുവർ സ്കൂൾ ലൈബ്രറിയിൽ എപ്പോഴൊക്കെയാണ് പോവല്? വൺസ് ഇൻ എ വീക്ക്, ട്വൈസ് ഇൻ എ വീക്ക്, ഡെയിലി എന്നൊക്കെ എഴുതാം. ക്ലിയർ ഡിയേഴ്സ്? നൗ യു ക്യാൻ സീ you have to collect some phrasal verbs. ഫാമിലി എന്നുള്ള തീം, അവരുടെ ലൈഫ്, സ്പോർട്സ്, സ്റ്റഡി, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എന്ത് ചെയ്യാണ് ഫ്രേസൽ വെർബ് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് അതുകൊണ്ട് സെന്റൻസ് ഉണ്ടാക്കാനാണ്. ഇത് ഒന്ന് നിങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ചൊന്ന് ഞാൻ ഒരു ഉദാഹരണമായി തന്നതാണ്, സാമ്പിളായി തന്നതാണ്. നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും. ഇതുപോലെ നിങ്ങൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ടതോ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടോ ഇതിന്റെ സാമ്പിളാണ്. ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. തൽക്കാലം അതിന്റെ ആക്ടിവിറ്റിക്ക് ഉത്തരവുള്ളത് മതി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? വേറെ സ്വന്തം ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഉഷാറ് വരിക. പുട്ടപ്പ് വിത്ത് നമുക്കറിയാം, ടോളറേറ്റ് പഠിച്ചതാണ്. പുട്ടപ്പ് ബിൽഡ് പഠിച്ചതാണ്. ഗെറ്റപ്പ് നമ്മൾ പഠിച്ചു. വേക്കപ്പ് പഠിച്ചതാണ്. കോൾ ഡോൺ സന്ദർശിക്കുക പഠിച്ചതാണ്. ഗോ ഓൺ കണ്ടിന്യൂ പഠിച്ചതാണ്. കെയർ ഫോർ അതിൽ വന്നു, അറിയാലോ. പിന്നെ പാരന്റ് കുട്ടികളെ പിന്നെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകേണ്ടത് ആരാണ്? പാരന്റ്സ് ആണ്, നമുക്കറിയാം. ലുക്ക് ഫോർ നമ്മൾ പഠിച്ചതാണ്. തിരയുക എന്നാണ്, അറിയാലോ. ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ റിമൂവ് എന്നുള്ള സെൻസിലാണ് ഇവിടെ. ലാഫ് അറ്റ്, മോക്ക്, റിഡിക്കൂൾ, കളിയാക്കുക എന്നുള്ള സെൻസാണ്, അറിയാലോ. പുട്ട് ഡൗൺ നിങ്ങൾക്കറിയാലോ, ഇൻസൾട്ട് ചെയ്യാനുള്ള സെൻസാണ് ഇവിടെ. എഴുതുക എന്നൊക്കെ അർത്ഥം, ഇവിടെ അർത്ഥം ഇൻസൾട്ട് ചെയ്യാനാണ്. പുട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു എന്നൊക്കെയുള്ള സെൻസാണ്. ഇവിടെ കൊടുക്കാനുള്ള സെൻസേ ഇവിടെ ഉള്ളൂ. പുട്ട് ഫോർവേഡ് സജസ്റ്റ് ആണ്. ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നതിനാണ് ഗെറ്റ് അലോങ് എന്ന് പറയാം. ഇതട്ടോ ഇവിടെ ഗെറ്റ് അലോങ് കേട്ടാണ് കേട്ടോ ഉദാഹരണം. ഇൻസിസ്റ്റ് ഓൺ, നിർബന്ധം പിടിക്കുക. എൻ്റെ അവസാനിപ്പിക്കുക. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ തയ്യാറാക്കുക. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം, എഴുതിയെടുക്കണം കംപ്ലീറ്റ്. ഐഡിയസ്. നൗ ലാസ്റ്റ് ആക്ടിവിറ്റി എഡിറ്റിംഗ് ആണ്. ഏറ്റവും എളുപ്പമുള്ള നമ്മൾ കാര്യങ്ങളായി ചെയ്യുന്നതാണ്. വായിച്ചു നോക്കിയിട്ട് ഒറ്റയ്ക്ക് ചെയ്യാതെ പോസ് ചെയ്ത് ചെയ്യണേ. നോക്കാം നമുക്ക് എന്താ അവിടെ കുഴപ്പം, അതൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. നേരം ഞാൻ വായിക്കാത്ത നോക്കണമായിരിക്കും. ഹിമാലയസ് അറിയാലോ. ഈ രത്നാസ് ശ്രീവാസ്തവ എന്ന് പറയുന്ന 13 വയസ്സുള്ള ഇന്ത്യൻ കുട്ടി, നമ്മുടെ നാട്ടിലെ കുട്ടിയാണ്. അവള് 2009 സെപ്റ്റംബർ 22 നടന്ന UN സമ്മിറ്റ്, അതായത് ക്ലൈമറ്റ് ഉച്ചകോടിയിൽ നടത്തിയ പ്രഭാഷണമാണ്. അത് കോപ്പി ചെയ്തപ്പോൾ തെറ്റിപ്പോയി എന്നുള്ളതാണ്. റെഡിയല്ലേ? ഇപ്പൊ ഒന്ന് തിരുത്താനാ പറഞ്ഞുള്ളത്. The Himalayas are melting, the polar bears are dying, 2 of every 5 people doesn't, ഞാൻ സൂചന നിങ്ങൾ നോക്കി ചെയ്താൽ മതി. Doesn't have, നമുക്കറിയാം 2 of every 5 people എന്ന് പറയുമ്പോൾ ഒന്നിലേറെ ആളുകളുണ്ടെന്നുള്ള പ്ലൂരലാണ്. അപ്പൊ ഡസിന്റ് പറ്റുമോ എന്ന് ആലോചിക്കുക. റെഡിയല്ലേ?
ആക്സസ് ടു ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. ദ എർത്ത് ടെമ്പറേച്ചർ ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ആർ ഇൻക്രീസിങ് പറ്റുമോ? ശ്രദ്ധിക്കണേ. വി ഹാവ് ലോസിങ് എന്ന് പറയൂ. ലോസിങ് ആകുമ്പോൾ അതിന് മുമ്പ് എന്താ വെക്കണം? ഇപ്പൊ ചർച്ച ചെയ്തത് ഹാവ് അല്ല വെക്കുക. ഹാവ് എന്നാൽ ലോസിങ് അല്ല വെക്കുക, വിത്രേ വെക്കണം, നമുക്കറിയാത്. ദ വാട്ടർ ലെവൽ വെറും റൈസ് എന്ന് പറയില്ല, പിന്നെന്താ വെക്കേണ്ടത്? ഇൻ ദിസ് വാട്ട് വി ആറ് കഴിഞ്ഞാൽ ഗോ പോരാ, നമുക്കറിയാം എന്താ വേണ്ടതെന്ന് ആലോചിക്കുക. വി ഡേഷ് ദ ക്ലീൻ, ശ്രദ്ധിക്കണം കേട്ടോ, നമുക്ക് കിട്ടി എന്നാണ് അവിടെ വരുന്നത്. അപ്പൊ റിസീവ് പറ്റുമോ? വി ആർ ഗിഫ്റ്റ് പറയില്ല, ഗിഫ്റ്റ് ആറിന് ശേഷം ഗിഫ്റ്റ് ആ രൂപത്തിലെല്ലാം ഉപയോഗിക്കുക. അതേപോലെ വി ഹാവ് പ്രൊട്ടക്ട് എന്ന് പോരാ, ഹാവിന് ശേഷം ഹാസ്, ഹാവിന് ശേഷം പ്രൊട്ടക്ട് അല്ല. ഒന്ന് ആലോചിച്ച് എഴുതിയൊക്കെ പോസ് ചെയ്ത് എഴുതണേ. നോ ലെറ്റ് us see the answers. പീപ്പിൾ ആകുമ്പോൾ ഡോണ്ട് മതി. എന്തല്ല പീപ്പിൾ അല്ല, ഇവിടെ ടു, ഇതാണ് പ്രധാനം കേട്ടോ. 2 of every 5 people എന്ന് പറയുമ്പോൾ രണ്ടാളുണ്ട്, അതുകൊണ്ട് ഡോണ്ട് ആവണ്ട. അയ്യു ദേവി സിംഗുലറിന്റെ ഒപ്പം സോറി അയ്യു ദേവി പ്ലൂറലിന്റെ ഒപ്പം നമ്മൾ എസ് ഉപയോഗിക്കൂല. ഹി ഷീറ്റ് ഒരാളെ പേരാണെങ്കിൽ നമ്മൾ ഡസ് ഉപയോഗിക്കുക. ടെമ്പറേച്ചർ ആകുമ്പോൾ സിംഗുലർ ആണ്, അപ്പൊ ഈസ് മതി. വി ആർ ലോസിംഗിന്റെ മുമ്പ് ആർ ഉപയോഗിക്കുക. റൈസ് എന്ന് പറയില്ല, ഹാസ് റൈസ് എന്ന് വേണം. വി ആർ ഗോയിങ് വേണം. പിന്നെ ഇത് പാസ്റ്റിലാണ്, നമുക്ക് കിട്ടി എന്നാണ്, അപ്പൊ റിസീവ്ഡ് ആണ്. വി ആർ ഗിഫ്റ്റിംഗ് എന്ന് പറയണം. ഇവിടെ ഹാവ് ടു പ്രൊട്ടക്ട്, ഭൂമിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. മക്കളെ കൃത്യമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ആൾക്കാരായിരിക്കും, നമ്മൾ ആ ബുക്കിന്റെ അവസാനമുള്ള ആൾക്കാരായിരിക്കും. ഒരു ഗ്രാമറിൽ എലിമെന്റ് ആണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഡിറ്റിങ്ങിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എവരി വൺ എന്ന് പറഞ്ഞാൽ എല്ലാ ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ വെർബാണ് വേണ്ടത്. അത് ലൈക്സ് ആണ്. തേർഡ് പേഴ്സണിൽ എസ് ചേരുമ്പോഴാണ് സിംഗുലർ വെർബ് ആവും. മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നൗണിന്റെ പ്ലസ് ചേർന്നാൽ നമ്മൾ എന്താ പറയാ? പ്ലൂറലായി ബോയ് ബോയ്സ്. പക്ഷെ ലൈക്കിന്റെ പ്ലസ് ചേരുമ്പോൾ സിംഗുലറായി തേർഡ് പേഴ്സൺ സിംഗുലർ വെർബാണ്. റെഡി അല്ലേ? തേർഡ് പേഴ്സൺ അല്ല, ഫസ്റ്റും സെക്കൻഡും ആണെങ്കിൽ എസ് ഉണ്ടാവില്ല, നമുക്കറിയാം. റെഡി അല്ലേ? ഓക്കെ. എവരി വൺ, ഈച്ച് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? പരീക്ഷകൾക്കൊക്കെ വരുന്ന കേട്ടോ, മത്സര പരീക്ഷകൾക്കൊക്കെ. ഓക്കെ, റൈറ്റ്. നൗ hope you have learned what we have discussed. Thank you for watching. If you haven't subscribed yet, please subscribe. Meet you again. Till then, goodbye.